ബി.ജെ.പിയിലെ ഫണ്ട് തട്ടിപ്പ് പരാതി സ്ഥിരീകരിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പാർട്ടി യോഗത്തിലാണ് അധ്യക്ഷൻ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. നിരവധി പരാതി തനിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ചടക്ക സമിതി ഫണ്ട് ക്രമക്കേട് പരാതികൾ പരിശോധിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ. കെ.എസ്. രാധാകൃഷ്ണൻ, ശോഭ സുരേന്ദ്രൻ, അബ്ദുൽ സലാം തുടങ്ങിയവരാണ് വിഷയം യോഗത്തിൽ ഉന്നയിച്ചത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, പലതരത്തിലുള്ള ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അട്ടിമറികൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പ്രശാന്ത് റിപ്പോർട്ട് ചെയ്തു. നമ്മൾ ആ വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ സംസ്ഥാന അധ്യക്ഷൻ നൽകുന്ന വിശദീകരണം എന്താണ്? അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? എന്താണ് പാർട്ടിയിലുണ്ടാകുന്ന അന്വേഷണ നടപടികൾ? അക്ഷയ, ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി, അതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകൾ ഇതെല്ലാം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതാണ്. അപ്പോൾ ഇതേക്കുറിച്ചെല്ലാം തന്നെ പരസ്യമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ഇന്ന് വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ അബ്ദുൽ സലാം, അതുപോലെ തന്നെ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ എന്നിവർ ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരുന്നു, പരാതികൾ വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേതൃത്വത്തിൻ്റെ അഭിപ്രായം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു നിലപാട് വിശദീകരിക്കുകയും ചെയ്തു. അതായത് തനിക്കും ഒരു നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ ഈ യോഗത്തിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. മാത്രമല്ല, തനിക്ക് ലഭിച്ച പരാതികൾ അച്ചടക്ക സമിതിക്ക് കുമ്മനം രാജശേഖരനും അതുപോലെ തന്നെ ട്രഷറർ ഇ കൃഷ്ണദാസും അടങ്ങിയ അച്ചടക്ക സമിതി നേരത്തെ തന്നെ രൂപീകരിച്ചിരുന്നു. ഈ അച്ചടക്ക സമിതിക്ക് കൈമാറിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അവർ മാത്രമല്ല, ഇതിനോടകം തന്നെ ചില ഈ ആരോപണ വിധേയരായിട്ടുള്ള ചിലർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇനിയും പലർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. ഈ അച്ചടക്ക സമിതിയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടിയെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇതിനോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയനായി നിൽക്കുന്ന, അതായത് നമ്മൾ തന്നെ ശബ്ദരേഖ പുറത്തുവിട്ടിരുന്നത് നേരത്തെ, അതായത് ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി അംഗം കൂടിയായ വൈസ് പ്രസിഡന്റ് കെ. സോമൻ ഈ ഒഴിഞ്ഞ ഇൻവോയിസ് കീറി വാങ്ങിയ അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ കെ. സോമൻ ഈ വിഷയം ഇന്നിപ്പോൾ ഈ യോഗത്തിൽ ഉന്നയിച്ചു. അതായത് താൻ ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. പക്ഷേ ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, അത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ പാർട്ടി പ്രതിരോധിക്കാൻ നിന്നില്ല എന്ന ഒരു പരാതിയാണ് കെ. സോമൻ ഉന്നയിച്ചത്. എന്നാൽ ഇത്തരമൊരു കൊടകര കുഴൽപ്പണ കേസ് വിഷയം വന്നപ്പോൾ പാർട്ടി പ്രതിരോധിക്കാൻ ഇറങ്ങി എന്നതാണ് അതിനോട് ചേർത്ത് കെ. സോമൻ ഉന്നയിച്ചത്. എന്നാൽ ഇതിന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു മറുപടി നൽകിയുമില്ല. ഈ സംശയം നിലനിൽക്കുന്ന അല്ലെങ്കിൽ മുഴുവൻ ചുമതല വഹിച്ചിരുന്ന എസ് സുരേഷ് അടക്കം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ ഈ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ഈ തൃശ്ശൂരിലെ പണം വെട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. മുൻ ഓഫീസ് സെക്രട്ടറി ഉന്നയിച്ച ആരോപണത്തിൽ അത് പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിൽ മാനനഷ്ട കേസ് കൊടുക്കണം എന്ന നിലപാടാണ്. അദ്ദേഹത്തിൻ്റെ ഈ മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലും വാർത്താ സമ്മേളനം കണ്ടപ്പോൾ തനിക്ക് സമ്മർദ്ദമേറി അല്ലെങ്കിൽ രക്തസമ്മർദ്ദമേറി എന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ഏതായാലും അതിൽ ഒരു മാനനഷ്ട കേസ് കൊടുക്കണം എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്തായാലും ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ അത് തൻ്റെ മുന്നിൽ നിരവധി എത്തിയിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട അച്ചടക്ക സമിതി പരിശോധിച്ചു വരികയാണെന്നും പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്ന ഈ ആശങ്കയിൽ അദ്ദേഹം നിലപാട് വിശദീകരിച്ചിരിക്കുകയാണ്.